അതെ കുറെ ദിവസം ഒസാമ കണ്ട്. ഞാൻ എല്ലാ സിറ്റി വന്നാലും ഒസാമയെ നോക്കും. ഒസാമ ഡീലിന്റെ കാര്യം സംസാരിച്ച. ഒസാമ ഇത് ഇന്ന് തന്നെ തരണേന്ന് പറഞ്ഞായിരുന്നു, ഓക്കെ, അതുകൊണ്ടാണ്. നമ്മള് കാശ് വാരും നമ്മള്. ഹലോ മോനെ ഹലോ ഹലോ. ഹലോ ചന്ദ്ര, ഇത് ഒസാമയുടെ ബ്രദർ ആയിരുന്നേ. ഒസാമ എവിടെ ഉണ്ട്? എനിക്ക് സംസാരിച്ചേ പറ്റൂ ഇന്ന്. എവിടെ ഉണ്ട്? ഒസാമ ഇല്ല, ആ ഞാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ഇപ്പം വന്നാ കാണാൻ പറ്റുമോ? കാണാൻ പറ്റും, ഒരു വീട്ടിലുണ്ട്. വീട്ടിൽ വരാം. അല്ലിമലർക്കാവിൽ പൂരം കാണാൻ. ഹലോ ഒസാമക്ക ബ്രദർ, ഒസാമക്ക ബ്രദർ. അതെ അതെ അതെ. വാ വാ, ലെറ്റ്സ് ഗോ സംസാരിക്കാം. വരൂ. അയ്യോ, നിങ്ങളാണ് എന്നെ കൊണ്ടുപോകണ്ട. എനിക്കിവിടെ സ്ഥലങ്ങളൊന്നും അറിയത്തില്ല. എന്താ ഇവിടെ ആളും അനക്കൊന്നുമില്ലല്ലോ ഇപ്പോ? ഇവിടെ നിന്ന് ആൾക്കാരൊക്കെ മാറ്റി പാർപ്പിച്ചോ നിങ്ങള്? പണ്ട് ഇവിടെ ഒരു കൂട്ട ഉണ്ടായിരിക്കുവായിരുന്നല്ല. ഞാൻ എന്ത് പറ്റി? ഒസാമ ഇപ്പം ജസ്റ്റ് ഒരു ബിസിനസ്സിനായിട്ട് പോയിട്ടുള്ളതുകൊണ്ട്, മറ്റേ ഡീലിന്റെ കാര്യം സംസാരിക്കുന്നതിന്റെ ആ കാര്യമായിട്ട് ഉള്ളതുകൊണ്ട് ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. ഒസാമ മറ്റേ അതിന്റെ തിരക്കില് നടക്കുകയാണ്. ഫുള്ള് അതിന്റെ തിരക്കിലാണല്ലേ ആള്? അതെ കുറെ ദിവസം ഒസാമ കണ്ട്. ഞാൻ എല്ലാ സിറ്റി വന്നാലും ഒസാമയെ നോക്കും. പക്ഷെ ഒസാമ കണ്ടിട്ടേ ഇല്ല, കുറെ നാളായി. നമ്മൾ ഒരു 2-3 ദിവസത്തിൽ വരും. വരുമല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. വരും വരും. വരും. പറയൂ, എന്താണ് എൻ്റെ അടുത്ത് പറയാനുള്ളത്? കുറെ നാളായി ഒസാമയുടെ ബ്രദറിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ശ്രമിക്കുന്നു. ഇതുവരെയും നടന്നിട്ടില്ല. ജസ്റ്റ് അന്ന് ഒസാമ ഒരു ഡീലിന്റെ കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ആ ഒസാമ ഡീലിന്റെ കാര്യം സംസാരിച്ചായിരുന്നു. ഒരു വലിയൊരു ഡീലിന്റെ കാര്യം സംസാരിച്ചായിരുന്നു. അതായത് നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പ്രൊസീഡ് നമുക്ക് അത് പറഞ്ഞതിന് ശേഷം പിന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് പ്രതികൂല സാഹചര്യമായിരുന്നു. അതായത് എന്നെ മീൻസ് ഗണ്ണിന്റെ കാര്യത്തിൽ കുറച്ച് വിഷയങ്ങളായി. ഗ്യാങ്ങിൽ നിന്ന് കുറച്ച് ദിവസം സസ്പെൻഷനായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയിട്ട്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നിരത്ത് നിൽക്കുന്നത് എന്ന് പറയാം. നമ്മളെല്ലാം അറിയുന്നുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല. ഞാൻ നിങ്ങളുടെ പേര് ഒരിടത്തും വന്നിട്ടില്ല. നിങ്ങൾ സേഫ് ആണ്. ഒസാമ എന്താ പറയാറുണ്ട്, നിങ്ങൾ കോണ്ടാക്ട് പറയാറ്. അതെ 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 അതെ. നിങ്ങളുടെ മാർക്കറ്റ് ഇപ്പൊ എങ്ങനെ പോകുന്നു? ഗൺസിന്റെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ നിങ്ങൾക്ക്? ഇഷ്യൂ ഉണ്ടോന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മളൊന്ന് ബ്രേക്ക് ചെയ്തോ? നിങ്ങളൊന്ന് ഇപ്പൊ ബ്രേക്ക് എടുത്തേക്കാണോ ഇതിന്ന്? അതെ അതെ. പക്ഷെ അല്ലാതെ നമുക്ക് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ഇപ്പൊ സിറ്റി നടക്കുന്നതെന്നുള്ളത് തന്നെ നമ്മൾ അറിയുന്നുണ്ട്. ഒസാമ അതിനനുസരിച്ചുള്ള മൂവിലാണ്. അറിയാലോ, ചന്ദ്രനോട് എന്തായാലും പറഞ്ഞാണെന്ന് തോന്നുന്നു. നമ്മുടെ മെയിൻ പ്ലാനിലോട്ട് നമുക്കിപ്പോ സംസാരിക്കണോ? അതിപ്പോ സംസാരിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതിന് വേണ്ടിയുള്ള ഫസ്റ്റ് ഒരു എമൗണ്ട് ഒസാമ എന്റെ തന്നായിരുന്നു. പാസ് ചെയ്യണം. എത്രയായിരുന്നു? 600. 600 സിആറോ? One second. ഹലോ, എന്താ ഒരു വിഷമം? ഞാൻ ഇറങ്ങുവാണേ. ബൈ. അല്ല, ഞാൻ വരാം. മുതുക്കുക ഒരു 5 മിനിറ്റ്, 10-15 മിനിറ്റ്, 20 മിനിറ്റ് മാക്സിമം. ഇറങ്ങും. ഇല്ല വരാം, ഇപ്പൊ വരാം. കുറച്ചൊരു അല്ലിങ്ങടെ ലൈഫ് എടുത്തിട്ട് പക്ഷെ അത് മാത്രമല്ല ചന്ദ്രൻ. ഹായ് സൂപ്പർ ഗേൾ, വെൽക്കം ടു ദി ലൈവ്. ഹായ്. ഹലോ ഹലോ ഒരു ഹലോ പറഞ്ഞു. എമൗണ്ട് ഇട്ടുതരാം. ഇപ്പൊ ഫസ്റ്റ് ഫേസിലോട്ടുള്ള എമൗണ്ട് ഇപ്പൊ ഇട്ടുതരാം. പക്ഷെ അത് മാത്രമല്ല, അറിയാലോ, എമൗണ്ട് അത്യാവശ്യം നല്ല വേണ്ട ഒരു ഇതാണ്. അതിന്റെ ഒരു സെക്കൻഡ് ഫേസിലേക്കുള്ള ഒരു സ്റ്റേജിലേക്കുള്ള ഒരു ഇത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരാളെ നമുക്ക് വെക്കേണ്ടി വരും. ചന്ദ്രൻ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കും. അല്ല, ഞാൻ എവിടെയോ സ്കിപ്പായി പോയി. ഒരു സെക്കൻഡ്. അതായത് ഈ 600 CR ഇതൊരു വലിയ ഹ്യൂജ് എമൗണ്ട് അല്ലേ ഇത്? അതെ. ഈ എമൗണ്ട് എന്താ ഇത് വെച്ചിട്ട് നമുക്ക് ആദ്യം ചെയ്യാന്നുള്ളത്? അത് ഒസാമ കറക്റ്റ് പറഞ്ഞോളൂ. എന്നോട് ജസ്റ്റ് ഇതൊന്ന് കൈമാറുക. എന്നിട്ട് ചന്ദ്രന്റെ ഒരു ഹെൽപ്പ് വേണം. ഉറപ്പായിട്ടും. ഓൾറെഡി ഒസാമ മാസ്റ്റർ പ്ലാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലോട്ടുള്ള പരിപാടികൾ ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ജസ്റ്റ് നമുക്ക് അതിലോട്ട് എത്തിയാൽ മതി. കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം സെറ്റാവും.
അതെ ഒസാമ അതിന്റെ ഒസാമയുടെ ഒരു പ്രസൻസ് ഇവിടെ ഇല്ലെന്നേ ഉള്ളൂ, പക്ഷെ ഒസാമ എല്ലാം കറക്റ്റ് പ്ലാൻ എല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ട്. എനിക്ക് നമ്പർ തരാവോ? ആരാണ് എന്റെ ആ എന്റെ നമ്പർ തരാം. ശരി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒസാമയ്ക്ക് എതിരെ നല്ല കളികൾ സിറ്റിയിൽ നടക്കുന്നുണ്ട്. അതെ അതെ ഉം. നമ്പർ എൻ്റെ നമ്പർ ഉണ്ടല്ലോ. ഓക്കെ, പേരെന്തായിരുന്നു? മിസ്സായി പോയി ചേട്ടാ. കുഴപ്പമില്ല. ഞാൻ സത്യം പറഞ്ഞ ഒരു അണ്ടർ കവർ ആയിട്ടാണ് ഓക്കെ ഇങ്ങനെ എന്റെ പേര് പറയണ്ട. ഓക്കെ 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 ഓക്കെ. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ പരിപാടികളും സെറ്റാക്കാം. ഒസാമ ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാര്യമായിട്ടിരുന്ന് എല്ലാ കാര്യങ്ങളും സംസാരിക്കാം. ഓക്കെ, അതെ ഇപ്പൊ ഞാൻ ഈ എമൗണ്ട് തരാം. പിന്നെ നമ്മുടെ ഗണ്ണിൻ്റെ പരിപാടികൾ വേറെ കുറച്ച് പിള്ളേരെടുത്ത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നൈസായിട്ട്. വലിയ ലാർജ് എമൗണ്ട് അല്ല, ചെറിയ എമൗണ്ടിലൊക്കെ. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷേ ഞാനൊന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ തൂക്കിയിട്ട് സിറ്റിസൺ വേണമെങ്കിൽ തൂക്കി ഇൻസ്ട്രക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഗുഡ് വില്ലും ആവും. നമ്മുടെ പരിപാടിയിൽ വേറെ ഇതൊന്നും വരത്തില്ല. മനസ്സിലായില്ലേ? എന്തായാലും കാശ് ഇട്ടായിരുന്നോ? ഓക്കെ, ഞാൻ അല്ലെങ്കിൽ കാശ് വെച്ചിരുന്നാലും കുഴപ്പമില്ല. ഞാൻ എന്തെങ്കിലും ആവശ്യം വരുമ്പോഴത്തേക്കും മേടിച്ചോളാം. അല്ലല്ല ഒസാമ ഇത് ഇന്ന് തന്നെ തരണേന്ന് പറഞ്ഞായിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ ശരി. അപ്പോൾ ഒസാമ എന്നാ വരിക? ഒസാമ ഒരു മാക്സിമം 2 days. 2 days. 10s 100,000 10,000 lakh 10 lakh 10 crore 100 എമൗണ്ട് വന്നു. 600 കോടി വന്നു. ഫസ്റ്റ് ഫേസിലേക്കുള്ള ഒരു സ്റ്റാർട്ട് നമ്മൾ തുടങ്ങി വെക്കണമല്ലോ. നമ്മുടെ ഫസ്റ്റ് സ്റ്റാർട്ട് അല്ലേ? ഫസ്റ്റ് പരിപാടിയുടെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും ഒരു ബിഗ് എമൗണ്ട് എന്തായാലും വേണം. ഉറപ്പായിട്ടും നമ്മൾ കാശ് വാരും. നമ്മൾ എന്ന് അക്സെപ്റ്റ് ചെയ്യാം. ലെറ്റ്സ് ഗോ. അത്രേ ഉള്ളൂ. 2 days എന്തായാലും ഒസാമ വരും. ബാക്കി കാര്യങ്ങൾ ഒസാമ ഡയറക്റ്റ് പറയുമ്പോൾ അതിൻ്റെതായ ക്ലാരിറ്റി ഇതുണ്ട്. ഉറപ്പായിട്ടും ഞാൻ ഇവിടെ വന്ന് കുറച്ച് ദിവസം കൊണ്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ ആക്ടിവിറ്റീസ് നടക്കുന്നില്ല. അപ്പം എനിക്ക് എന്തോ ബാഡായിട്ട് തോന്നി. എന്തൊക്കെ പരിപാടിയിലൂടെ കുറച്ച് ഇതായിട്ടുണ്ട്. നമ്മളല്ലാതെ ഇതായിട്ട് നടക്കുന്നുണ്ട്. നമ്മള് മനസ്സിലായില്ലേ? ആയിട്ട് കൂടെ നടക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ നമ്മൾ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്, സിറ്റിയിലെ കാര്യങ്ങൾ. ശരി, അപ്പം ഒസാമ വരുമ്പോ എന്തായാലും അറിയാലോ, അതിൻ്റെതായ രീതിയിൽ ഒസാമ അത് ചെയ്യും. ഉറപ്പായിട്ടും. ശരി, അപ്പം എന്താ ഓക്കെ ഓക്കെ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാം പറഞ്ഞില്ലേ? അതെ ഓക്കെ. ബാക്കിന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ചന്ദ്രൻ ഒരു ഹെൽപ്പ് ചെയ്യേണ്ടി വരും. അതൊരു സോഴ്സ് കണ്ടുപിടിക്കേണ്ടതാണ്. ഉറപ്പായിട്ടും. അത് ഒസാമ എന്തായാലും എൻ്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും ഞാൻ അതനുസരിച്ച്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ മാക്സിമം ഇത് സീക്രട്ട് ആയിട്ട് കാര്യങ്ങൾ വെക്കുന്നതായിരിക്കും ഏറ്റവും സേഫ്. കാരണം ഇത് പുറത്ത് പോകുമ്പോഴത്തേക്കുണ്ടല്ലോ കുറേ പേരുണ്ട് ഇപ്പം, അതായത് ഇതിനെ എങ്ങനെയെങ്കിലും ഇതാക്കുക എന്നുള്ളത്. കാരണം ഒസാമയ്ക്ക് ഇപ്പം തന്നെ കുറേ ഓൾറെഡി ഇപ്പം എനിക്കറിയാൻ കഴിഞ്ഞിട്ട് ഇപ്പം പി ഡി നിന്നായിട്ടായാലും അതുപോലെ തന്നെ വേറെ ഗ്യാങ്സിൻ്റെ അടുത്ത് ആണെങ്കിലും നമ്മുടെ ഗ്യാങ്സിലുള്ള ആൾക്കാർ പോലും ഒസാമേൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ചന്ദ്രൻ അറിയാലോ, ഈ ഒരു ഡീല് നടന്ന പിന്നാണ് ഇത് ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത്. ഒരു വർഷം അതന്നെ 1 വർഷം മുന്നേ ഒസാമ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതിന്റെ ഡീൽ നടന്നിട്ടുണ്ട്. ആളൊത്തിരി അറിയുന്നത് ഇത് കഴിഞ്ഞിട്ടാണ്, മനസ്സിലായില്ലേ? ഈ ഒരു പ്രശ്നങ്ങൾക്ക് ശേഷം നമുക്കറിയിക്കണം, സിറ്റി മൊത്തം അറിയണം, സിറ്റി മൊത്തം ഇളകട്ടെ. അതാണ് പറയുന്നത്, ഈ വരവ് അറിയിക്കേണ്ട തന്നെയാണെന്ന് പറഞ്ഞു. ഓക്കെ ചന്ദ്ര, അപ്പൊ ബൈ. എന്തായാലും ബൈ. ഞാൻ എപ്പോഴും മിക്കവാറും ഒരു 7-8 അതായിരിക്കും എൻ്റെ ടൈം. 8 ആ ഒരു ടൈമിന് ഒസാമ പറഞ്ഞ സമയത്ത് ഒന്ന് എന്നെ വിളിച്ചാൽ മതി. അഥവാ എന്തെങ്കിലും ജസ്റ്റ് ഒസാമ കിട്ടിയെന്നെങ്കിൽ ഞാനായിരിക്കും. മനസ്സിലായി.
ഓക്കെ പോട്ടെ അപ്പോ പോട്ടെ അപ്പൊ പോയിട്ട് ബൈ ബൈ. നമ്മളൊരു കളി കളിക്കും മോനെ കേട്ടോ. RP ഒക്കെ വരുന്ന വഴിയുണ്ടോ? ഇതാ ക്വാളിറ്റി RP. ഇതൊക്കെയാണ് കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യും. അതിനവിടെ ഈ കാശ് ബാങ്കിൽ ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. കയ്യിലുള്ള കാശ് കത്തിച്ചാലും എടുത്താൽ എന്ത് ചെയ്താലും പോകത്തില്ല. മനസ്സിലായ?